ദിവസം നമുക്ക് കൊച്ചിയിൽ നിന്ന് ആജ്ഞ തന്ന ഒരു ഞെട്ടിക്കുന്ന കണക്കുകളുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഈ വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നതാണ്. ഇതിന് വിശ്വാസപരമായ ചില കാരണങ്ങളാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അസ്മയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത് എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. 5 വർഷത്തിനിടെ 1337 പ്രസവങ്ങളാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായി വീടുകളിൽ നടന്നത്. മുസ്ലിം സമുദായത്തിലെ ചിലർ പിന്തുടരുന്ന അന്ധവിശ്വാസമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇതിന് ഇസ്ലാം വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതർ പറയുന്നത്. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. പൂച്ച 6 പേരുന്ന്, ആട് പേരുന്ന് 2, 3, 4, നായ 3 മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആനയും പൂച്ചയും ആശുപത്രിയിലാണോ പ്രസവിച്ചതെന്ന് ചോദിച്ചാണ് ഉസ്താദുമാർ വീട്ടിൽ പ്രസവിക്കാൻ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇത്തരം അസംഖ്യം വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പലതിലും പല യുക്തികൾ. അന്യപുരുഷന്മാർ മുഖം കാണുന്നത് പോലും നിഷിദ്ധമാണെന്നിരിക്കെ എങ്ങനെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുമെന്നാണത്രേ പ്രധാന ചോദ്യം. മുസ്ലിം കുടുംബത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഇതൊന്നും മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് സത്യത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇസ്ലാം കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഖുർആനിലടക്കം അങ്ങനെ ഒരു ഇതും ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലെ ആളുകളെ വെറുതെ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനും ഒരു മതപ്രഭാഷകനായിരുന്നു. വീട്ടിലെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന മടവൂർ കാഫില എന്നൊരു യൂട്യൂബ് പേജുമുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ ഇദ്ദേഹത്തിന്. അന്ധവിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന്റെ പിറകിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പൊ നല്ല കൊയ്ത്ത. അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകളിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വെറും വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അതേസമയം ഇസ്ലാം ഇത്തരം ഒരു നിർബന്ധവും പിടിക്കുന്നില്ലെന്നാണ് പ്രമുഖ മതപണ്ഡിതരുടെ അഭിപ്രായം. പലതും വളച്ചൊടിച്ചതാണ്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ചികിത്സിച്ചുകൂടാ എന്നില്ല. പക്ഷെ ഒരു പ്രസവം നടക്കുമ്പോൾ ഇസ്ലാമിൽ ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക, അതുപോലെ തന്നെ ആ കുഞ്ഞിന് മധുരം നൽകുക. ഈ ചടങ്ങൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലേബർ റൂമിൽ നിന്ന് അവർ ഡെലിവറി കഴിഞ്ഞ് അവർ കുഞ്ഞിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആദ്യമായി നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്തു തരുന്ന സമയത്ത് അവിടെ വെച്ച് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നതിന് ഏത് വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലായാലും അതിനെതിരല്ല. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടാ എന്നൊരു മതവിധിയില്ല. വസ്തുത ഇതായിരുന്നിട്ടും മലപ്പുറം ജില്ലയിൽ വീട്ടുപ്രസവങ്ങൾ കൂടുകയാണ്. രഹസ്യമായി വീട്ടുപ്രസവങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകുന്ന കൂട്ടായ്മകൾ വരെയുണ്ട് ഇപ്പോൾ. മറ്റിടങ്ങളേക്കാൾ മലപ്പുറത്തിത് വ്യാപകമാകുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 2391 വീട്ടുപ്രസവങ്ങളിൽ 1337 നടന്നത് മലപ്പുറത്താണ്. ആർക്കും ഇതിന്റെ അപകടം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിനെതിരെ വ്യാപക പ്രതിരോധം തീർക്കേണ്ട സമയത്ത് പലരും മൗനം പാലിക്കുകയാണ്. ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18.